ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ച് മനു ഭാകർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കലം. അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന രാജ്യത്തിന്റെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മികച്ച നിലയിലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നാളെ ടോക്കിയോയിൽ ആരംഭിക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഡൽഹി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 പേർ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. ദൌത്യം ഉപേക്ഷിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ശ്രീലങ്ക ചാമ്പ്യന്മാർ. വാർത്തകൾ വിശദമായി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടി മനു ഭാകർ. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ വനിത എന്ന ചരിത്ര നേട്ടം കൂടി മനു സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഫൈനൽ ഇനത്തിലാണ് 221.7 സ്കോറോടെ മനു ഭാകർ വെങ്കല മെഡൽ നേടിയത്. ഇന്ത്യയ്ക്കായി മെഡൽ നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും തന്നെ പിന്തുണച്ച ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് നന്ദി അറിയിക്കുന്നെന്നും മനു ഭാകർ ആകാശവാണിയോട് പ്രതികരിച്ചു. बहुत ही अच्छा लगता है जब आप कहीं परफॉर्म करते हो अपने देश के लिए और देश के बहुत सारे लोग आपको सपोर्ट करने आए हों. ना ही सिर्फ यहाँ के रहने वाले इंडियंस बल्कि हमारे इंडिया से भी फ़्लाइट लेके स्पेशली मैच देखने आते हैं. तो उसके लिए बहुत ही अच्छी फीलिंग मुझे होती है कि इतना आभार होता है कि मतलब आप लोग हमें चेयर कर रहे हो, उससे हमारा हौसला अफजाई होता है. बहुत बहुत शुक्रिया इतने सारे प्यार के लिए. കൊറിയൻ ഷൂട്ടർമാരായ കിം എജി, ഓ എ ജിൻ എന്നിവർക്കെതിരെയായിരുന്നു മനു തന്റെ അസാധാരണമായ കഴിവ് പ്രകടിപ്പിച്ചത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കലം നേടിയ മനു ഭാകറിനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. മനു ഭാകറിന്റെ ഈ നേട്ടം നിരവധി കായിക താരങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രചോദനമാകുമെന്നും ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു. ഇന്ത്യയ്ക്കു വേണ്ടി ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയായി മാറിയതിനാൽ ഇത് ചരിത്ര നേട്ടമാണെന്നും ഈ വിജയം കൂടുതൽ അഭിമാനം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകവേദിയിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ ഒളിമ്പിക്സ് കായിക താരങ്ങൾക്ക് അവസരം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന രാജ്യത്തിന്റെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്തിടെ നടന്ന അന്താരാഷ്ട്ര ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡിൽ ഭാരതത്തിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംവദിച്ചു. हमारी टीम ने सर्वश्रेष्ठ प्रदर्शन करते हुए 4 गोल्ड मेडल्स और 1 सिल्वर मेडल जीता है. इंटरनेशनल मैथमेटिक्स ओलंपियाड, इसमें 100 से ज्यादा देशों के युवा हिस्सा लेते हैं और ओवरऑल टैली में हमारी टीम टॉप 5 में आने में सफल रही है. देश का नाम रोशन करने वाले इन स्टूडेंट्स के नाम है आदित्य वेंकट गणेश, सिद्धार्थ चोपड़ा, अर्जुन गुप्ता, कनव तलवार, ऋषिल माथुर और आनंदो भादुरी. സമീപ വർഷങ്ങളിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയുടെ ആവേശം രാജ്യമെമ്പാടും ഉയർന്നതായി ശ്രീ മോദി. ഈ വർഷവും ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫികൾ harkartiranga.com അപ്ലോഡ് ചെയ്യാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആഗസ്റ്റ് 15 മുന്നോടിയായി വിവിധ നിർദ്ദേശങ്ങൾ MyGov പ്ലാറ്റ്ഫോമിലൂടെയും നമോ ആപ്പിലൂടെയും അയക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കഴിയുന്നത്ര നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മയക്കുമരുന്നിന്റെ വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ ആരംഭിച്ച മാനസ് പോർട്ടലും ഹെൽപ്പ് ലൈനും വലിയൊരു ചുവടുവയ്പ്പാണെന്നും ശ്രീ മോദി പരാമർശിച്ചു. നാളെ ലോക കടുവ ദിനം ആണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി കടുവകൾ നമ്മുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞു. ഭാരതത്തിൽ കടുവകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കടുവകളുടെ സംരക്ഷണത്തിൽ പൊതുജന പങ്കാളിത്തം വളരെയധികം ഗുണം ചെയ്തെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകത്തിലെ കടുവകളിൽ 70% നമ്മുടെ രാജ്യത്താണെന്നും അദ്ദേഹം പറഞ്ഞു.
ഖാദി വ്യവസായവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ത്രീകളാണെന്നും അവർക്കാണ് വളർച്ചയുടെ പ്രയോജനം കൂടുതൽ ലഭിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വന്തം സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന് മുന്നോട്ടു പോകാനാവൂ എന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്ര പട്ടികയിൽ അസമിലെ ചരായി ദേവ് മൊയ്താം ഉൾപ്പെടുത്താൻ പോകുകയാണെന്നും അത് ഇന്ത്യയിലെ 43ാമത്തെയും വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെയും ലോക പൈതൃക കേന്ദ്രമായിരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഹോം രാജവംശത്തിലെ ജനങ്ങൾ തങ്ങളുടെ പൂർവികരുടെ മൃതദേഹങ്ങളും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന കുന്നുപോലെയുള്ള നിർമ്മിതികളാണ് മൊയ്ത. ലോക പൈതൃക കേന്ദ്രമാകുന്നതോടെ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭാവി യാത്രകളിൽ ഇവിടം ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ വനിതാ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ 64ാം റൌണ്ടിൽ സ്വീഡിഷ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ശ്രീത അകുല അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ അർജുൻ ബബുദ ഫൈനൽ യോഗ്യത നേടി. 7ാമതായി ഫിനിഷ് ചെയ്താണ് അർജുൻ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസിൽ 5ാമതായി ഫിനിഷ് ചെയ്ത് ഇന്ത്യയുടെ രമിത ജിൻഡാൽ ഫൈനൽ യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് തുഴച്ചിൽ മത്സരത്തിൽ ബൽരാജ് പൻവാർ ക്വാർട്ടർ ഫൈനൽസിലേക്ക് പ്രവേശിച്ചു. 2ാമതായി ഫിനിഷ് ചെയ്താണ് ബൽരാജിന്റെ നേട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. നാളെ നടക്കാനിരിക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടോക്കിയോയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾ ഇരുവരും ചർച്ച നടത്തി. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മികച്ച നിലയിൽ പുരോഗമിക്കുന്നതായും ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സെൻട്രൽ ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അടിത്തട്ടിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. JNU ഗവേഷക വിദ്യാർത്ഥിയായ എറണാകുളം സ്വദേശി നവീൻ ഡെൽവിനാണ് മരിച്ച മലയാളി. ഗവേഷണത്തോടൊപ്പം സിവിൽ സർവീസ് പരിശീലനവും നടത്തിവരികയായിരുന്നു നവീൻ. തെലങ്കാന, ഉത്തർപ്രദേശ് സ്വദേശികളായ പെൺകുട്ടികളാണ് മരിച്ച മറ്റു 2 പേർ. സംഭവത്തിൽ കോച്ചിംഗ് സെന്റർ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അതീവ ദുഃഖം രേഖപ്പെടുത്തി. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ഡിവിഷണൽ കമ്മീഷണറോട് നിർദ്ദേശിച്ചു. സംഭവത്തിന് കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള 13ാം ദിവസത്തെ ശ്രമവും പരാജയപ്പെട്ടു. ഗംഗാവലി പുഴയിൽ ശക്തമായ ആടിയൊഴുക്കുള്ളതിനാൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് കാർവാർ MLA അറിയിച്ചു. അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ പിണറായി വിജയൻ സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയത്. കൂടുതൽ ഊർജിതമായും ആവശ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചും തിരച്ചിൽ തുടരണം. ഫലപ്രാപ്തി ഉണ്ടാകുന്നത് വരെ രക്ഷാപ്രവർത്തനം തുടരാൻ നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ശ്രീലങ്കയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്കയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 8 പന്ത് ബാക്കി നിൽക്കെ 167 റൺ നേടി ലക്ഷ്യം കണ്ടു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്ന നികുതി വിഭജനത്തെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്ന പ്രതിപക്ഷത്തിനും കർണാടക സംസ്ഥാന സർക്കാരിനുമെതിരെ പ്രതികരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ UPA-യുടെയും NDA-യുടെയും കാലത്ത് കർണാടകയ്ക്ക് നൽകിയ വിഹിതം താരതമ്യം ചെയ്തുള്ള കണക്കുകൾ ധനമന്ത്രി പുറത്തുവിട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ച് മനു ഭാകർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കലം. അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന രാജ്യത്തിന്റെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം മികച്ച നിലയിലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നാളെ ടോക്കിയോയിൽ ആരംഭിക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഡൽഹി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ 3 പേർ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ.
ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തി ദൌത്യം ഉപേക്ഷിക്കരുതെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ശ്രീലങ്ക ചാമ്പ്യന്മാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.